ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ജനുവരി 4 മുതൽ 8 വരെ നടക്കുന്ന സ്കൂൾ കലോത്സവത്തിന് ആശ്രാമം മൈതാനമാണ് പ്രധാന വേദിയാകുന്നത്. വിശാലമായ പന്തൽ നിർമ്മാണത്തിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. ഭക്ഷണ വിതരണം ഹരിതചട്ടം പാലിച്ച് നടത്താൻ ഭക്ഷണ കമ്മിറ്റി തീരുമാനമെടുത്തു. 3 നേരവും ഭക്ഷണം വാഴയിലയിൽ വിളമ്പും. കുടിവെള്ളവും ചായയും സ്റ്റീൽ ഗ്ലാസിൽ നൽകും. ദിവസവും 15,000 പേർക്ക് ഉച്ചഭക്ഷണം വിളമ്പും. ക്ഷേമ പദ്ധതികളെക്കുറിച്ച് സമൂഹത്തിന് അവബോധം പകരുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്ര ജില്ലയിൽ പര്യടനം തുടരുന്നു. ഇത്തിക്കര, അഞ്ചൽ, വെട്ടിക്കവല, ചടയമംഗലം, പത്തനാപുരം എന്നീ 5 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പര്യടനം പൂർത്തിയാക്കിയ യാത്ര ശനിയാഴ്ച കൊട്ടാരക്കര ബ്ലോക്കിൽ പര്യടനം ആരംഭിച്ചു. വീട്ടമ്മമാർക്കും കർഷകർക്കുമൊക്കെ പ്രയോജനകരമായ അറിവുകൾ പങ്കുവയ്ക്കുന്ന ജനസമ്പർക്ക ബോധവത്കരണ പരിപാടിയാണ് യാത്രയുടെ മുഖ്യ ആകർഷണം. ജൻധൻ അക്കൗണ്ട്, ചെറിയ പ്രീമിയത്തിനുള്ള ഇൻഷുറൻസ് പദ്ധതികൾ, സ്വയം തൊഴിൽ വായ്പകൾ എന്നിങ്ങനെ പൗരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഉപകരിക്കുന്ന സ്കീമുകളെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ ആധികാരികമായി അറിയാൻ യാത്ര ഗ്രാമീണർക്ക് അവസരമൊരുക്കുന്നു. കൂടാതെ കർഷകർക്ക് ആധുനിക കൃഷിരീതികൾ, വളപ്രയോഗം, യന്ത്രവത്കരണം എന്നിവയെ പരിചയപ്പെടാനും യാത്ര ഉപകരിക്കുന്നുണ്ട്. വളപ്രയോഗത്തിന് ഡ്രോൺ ഉപയോഗിക്കുന്നതിന്റെ നേട്ടങ്ങൾ കർഷകർക്ക് മനസ്സിലാക്കി നൽകുന്നുമുണ്ട്. കൃഷി വിജ്ഞാന കേന്ദ്രം, FACT, നബാർഡ്, തപാൽ വകുപ്പ്, ബാങ്കുകളുടെ പ്രതിനിധികൾ, റബ്ബർ ബോർഡ് എന്നിവർ പദ്ധതികളെക്കുറിച്ച് ജനങ്ങളോട് വിശദീകരിച്ച് അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയാണ് യാത്രയിലെ ജനസമ്പർക്ക ബോധവത്കരണം. കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് അറിവ് പകരാനായി നബാർഡ് തയ്യാറാക്കിയ ജാനു വീഡിയോ കാർട്ടൂണുകൾ പര്യടന വാഹനത്തിലെ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നത് സ്കീമുകളെക്കുറിച്ച് അനായാസം മനസ്സിലാക്കാൻ അവസരമൊരുക്കുന്നു. HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ ഭാഗമായ ഹിന്ദ് ലാബ് സജ്ജമാക്കുന്ന ഹെൽത്ത് അസസ്മെന്റ് ക്യാമ്പിന്റെ സേവനവും ഗ്രാമീണർ വലിയ തോതിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ജീവിതശൈലി രോഗനിർണയം വിശ്വസനീയവും സുരക്ഷിതവും സൗജന്യവുമായി നടത്താൻ ക്യാമ്പിൽ അവസരമുണ്ട്. ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ, ജൻ ഔഷധി കേന്ദ്രങ്ങൾ എന്നിവയെക്കുറിച്ചറിയാനും യാത്രയിലൂടെ സാധിക്കും. അഷ്ടമുടിക്കായലിൽ നടന്ന പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവത്തിൽ വിജയിച്ച് പള്ളാതുരുത്തി ബോട്ട് ക്ലബിന്റെ ബീയപുരം ചുണ്ടൻ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 3ാം സീസണിൽ ചാമ്പ്യനായി. CBL ഗ്രാൻഡ് ഫിനാലെയിൽ ജയിച്ച് 116 പോയിന്റുമായാണ് ബീയപുരം ജലോത്സവത്തിൽ വേഗരാജനായത്. 1 സെക്കൻഡ് 13 മില്ലി സെക്കൻഡ് വ്യത്യാസത്തിൽ മഹാദേവിക്കാട് കാട്ടിൽ തെക്കതിൽ ചുണ്ടൻ രണ്ടാമതായി. അഷ്ടമുടിയുടെ ഓളപ്പരപ്പിൽ ആവേശത്തിന്റെ അലയുയർത്തിയ ചുണ്ടൻ വള്ളങ്ങളുടെ കുതിപ്പ് ജലോത്സവ പ്രേമികളെയും ആവേശത്തിലാഴ്ത്തി. ജലോത്സവത്തിന്റെ ഭാഗമായി വ്യോമസേന നടത്തിയ എയർ ഷോയും കൗതുകകരമായി. 4 ഹെലികോപ്റ്ററുകൾ അരമണിക്കൂറോളം നടത്തിയ സാഹസിക അഭ്യാസ പ്രകടനം കാണികളെ അമ്പരപ്പിച്ചു. ഇരുട്ടുകുത്തി A ഗ്രേഡ്, ഇരുട്ടുകുത്തി B ഗ്രേഡ്, തെക്കനോടി വനിത എന്നീ വിഭാഗങ്ങളിലും മത്സരങ്ങൾ നടന്നു. CBL ജേതാക്കൾക്ക് ട്രോഫിയും 25 ലക്ഷം രൂപയും സമ്മാനം ലഭിച്ചു. വലിയ ജലയാനത്തിലൊരുക്കിയ വേദിയിൽ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ നടത്തിയ വയലിൻ ഫ്യൂഷൻ, നൃത്തം എന്നിവ ജലോത്സവത്തിന് പകിട്ടേകി. അമ്മയ്ക്കായി പദ്ധതിക്ക് ഗവൺമെന്റ് വിക്ടോറിയ ആശുപത്രിയിൽ തുടക്കമായി. നവജാത ശിശുവിനും അമ്മയ്ക്കും ആശുപത്രിവാസ കാലയളവിൽ ആവശ്യമായി വരുന്ന സാധന സാമഗ്രികൾ സൗജന്യമായി നൽകുന്നതിനാണ് അമ്മയ്ക്കായി എന്ന പേരിൽ ജില്ലാ പഞ്ചായത്ത് പദ്ധതി നടപ്പാക്കിയത്. ബെഡ്ഷീറ്റ്, പള്ളയുടുപ്പ്, മുണ്ട്, ബേബി ടവൽ തുടങ്ങി 14 ഇനങ്ങളടങ്ങിയ 3000 രൂപയോളം വില വരുന്ന കിറ്റാണ് നൽകുക. 35 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത്. കാർഷിക മേഖലയിലെ സംരംഭകർക്കായി കിഴക്കേക്കല്ലടയിൽ DPR ക്ലിനിക്ക് നടത്തി. കൃഷിവകുപ്പ്, ആത്മ പ്രൊജക്ട് ഡയറക്ടറേറ്റ്, ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവ സംയുക്തമായി DPR തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് ക്ലിനിക്ക് സംഘടിപ്പിച്ചത്. കൃഷി അനുബന്ധ മേഖലകളിലെ ഉത്പാദന വർധനവ്, മൂല്യവർദ്ധിത ഉത്പന്നങ്ങളുടെ സംഭരണവും വിതരണവും, കാർഷിക സേവനം എന്നീ മേഖലകളിൽ പദ്ധതികൾ തയ്യാറാക്കും. കർഷകരുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തി കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ബാങ്ക് തുടങ്ങിയ മേഖലകളിലെ വിദഗ്ധരുടെ സഹായത്തോടെ DPR തയ്യാറാക്കും. ജില്ലാ വൃത്താന്തം സമാപിച്ചു.